ഇപ്പൊ എല്ലാരും പറയും ഈ ഭയങ്കര ഏജ് ഡിഫറൻസിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. നിങ്ങളുടെ രണ്ടുപേരും തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്, അതെങ്ങനെ ഒത്തുപോകുന്നത് എങ്ങനെയാ? ഇപ്പൊ നമ്മൾ സിനിമയിൽ നോക്കുമ്പോൾ പറയും നെസ്രിയും ഫഹദും തമ്മിൽ ഇത്രയും വയസ്സ് ഡിഫറൻസ് ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പോ നമ്മുടെ നാട്ടിലായി കഴിഞ്ഞാലും അവന് ഒരു 2 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സ് അത്ര മാത്രമല്ലേ നമ്മൾ നോക്കുള്ളൂ. നിങ്ങൾ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്, അതെങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു? അങ്ങനെ യൂസ്ഡ് ആയി. ഇപ്പൊ ഞാൻ ചില കാര്യങ്ങൾ ഞാൻ കാണുന്ന പെർസ്പെക്റ്റീവ് ആവില്ല കുട്ടു കാണുന്നത്. പിന്നെ ഞാനും അങ്ങനെ കണ്ടു തുടങ്ങി. അങ്ങനെയാണല്ലേ ബുദ്ധി വേണമെന്ന്. ഇവള് കാണുന്ന തെറ്റായ രീതിയിൽ ശരിയായ രീതിയിലാവുമ്പോ ഞാൻ ഭയങ്കര ചില കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. എന്റെ ആ ഒരു എന്താ പറയാ, ഞാൻ സീരിയസ് ആയി എടുക്കാത്ത പല കാര്യങ്ങളും കുട്ടി സീരിയസ് ആയിട്ട് എടുക്കുമ്പോഴാണ് ഓക്കെ. ഒരു 5 പോസിറ്റീവ് കാര്യം പറയാൻ പറഞ്ഞ എന്തായിരിക്കും? എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജ് ആണ്. ഞാൻ മോനുണ്ടായ പിന്നെ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജ് ആണ്.